നാരായണായ. ഓം മഹാനരസിംഹമൂർത്തേ നമഃ. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചോദ്യം, മുരുകയുഗം വരുമോ? സാക്ഷാൽ പഴനി ആണ്ടവൻ അവതരിക്കുമോ എന്നൊക്കെ. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഭഗവാന്റെ വാഹനമായിട്ടുള്ള കുണ്ടലിനി ശക്തിയുടെ പ്രതീകമായിട്ടുള്ള അനന്തൻ, അതായത് ശേഷനാഗത്തെയാണ് നാം സ്മരിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, ഭവിഷ്യപുരാണമെന്നുമാണെങ്കിലും ഏത് പുരാണങ്ങളിലും അനന്തനെ പ്രതിപാദിക്കാത്ത ഒരു പുരാണവും ഗ്രന്ഥവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് അനന്തനെ അല്ലെങ്കിൽ ശേഷനാഗത്തെ ഇത്രമേൽ പബ്ലിസിറ്റി വന്നിരിക്കുന്നത്? അതായത് സത്യയുഗത്തിൻ്റെ പ്രാരംഭത്തിലും കലിയുഗത്തിൻ്റെ അന്ത്യത്തിലും ശേഷിക്കുന്നത് അല്ലെങ്കിൽ ആദ്യേത്, അതാണ് അനന്തൻ. കലിയുഗത്തിലെല്ലാം നശിക്കുമ്പോഴും ശേഷിക്കുന്നത് ഏതോ, അതാണ് ശേഷനാഗം. ശേഷനാഗം അതായത് ഭഗവാൻ നാരായണൻ, അതായത് ശിവം എവിടെ അവതരിക്കുന്നു അവിടെ ശക്തിയുമുണ്ട്, കുണ്ടലിനി ശക്തിയുമുണ്ട്. അപ്പോൾ ശേഷനാഗത്തിൻ്റെ അവതാരങ്ങൾ ഞാൻ പറയാതെ തന്നെ ഒട്ടുമിക്കവർക്കും അറിയാം. ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ ബലരാമനായിട്ടും, ശ്രീരാമൻ ജനിച്ചപ്പോൾ ലക്ഷ്മണനായിട്ടും ശേഷനാഗം അവതരിച്ചു. അതിനുശേഷം മുരുകനായിട്ടാണ്, തമിഴ് കടവുൾ മുരുകനായിട്ടാണ് ശേഷൻ നാഗം അവതരിക്കുന്നത്. ശേഷനാഗം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കി ഞാനൊരു കഥ പറഞ്ഞായിരുന്നു. അതായത് ഗരുഡനും നാഗങ്ങളുമായിട്ടുള്ള യുദ്ധം നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരുന്നു. അങ്ങനെ ശേഷനാഗം ഭഗവാൻ ശ്രീ നരസിംഹമൂർത്തി അടുക്കൽ വന്ന് ശരണാഗതനായി. ആ ശരണം നൽകിയില്ലെങ്കിൽ ഗരുഡൻ ശേഷനാഗത്തെ കൊല്ലും. അതുകൊണ്ട് ഭഗവാനെ നരസിംഹമൂർത്തി, സാക്ഷാൽ സദാശിവൻ, തൃക്കണ്ണുള്ളവൻ, ത്രിമൂർത്തികളാൽ വന്ദിക്കപ്പെടുന്നവൻ, ജനന മരണങ്ങളില്ലാത്തവൻ, കാലൻ്റെ കാലനായിട്ടുള്ള നരസിംഹമൂർത്തിയുടെ കാൽക്കൽ സറണ്ടറായി. അപ്പോൾ ഭഗവാൻ ശേഷനാഗത്തിന് കൊടുത്ത വരമാണ്, ഇന്നു മുതൽ നീ എൻ്റെ വാഹനമായിട്ട്, കുണ്ടലിനി ശക്തിയായിട്ട് എപ്പോഴും എൻ്റെ ഏത് അവതാരം എടുത്താലും എൻ്റെ ശക്തിയായിട്ട് നീ എപ്പോഴും ഉണ്ടാവണമെന്നുള്ളത്. അതേപോലെയാണ് ഭഗവാൻ നാരായണൻ എവിടെ അവതരിച്ചോ അവിടെയൊക്കെ ശേഷനാഗം ഉണ്ടാവും. അപ്പോൾ ലക്ഷ്മണനായിട്ടും ബലരാമനായിട്ടും മുരുകനായിട്ടും ഒക്കെ അവതരിച്ചു. അത് കഴിഞ്ഞുള്ള അവതാരം എന്ന് പറഞ്ഞാൽ മുരുകയുഗം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീ രാമാനുജാചാര്യർ. സാധാരണക്കാർക്ക് വരെ ജാതി മതഭേദമന്യേ, അന്നൊക്കെ രാമാനുജാചാര്യരുടെ കാലത്തൊക്കെ ജാതി സ്പിരിറ്റ് നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ
രാമാനുജാചാര്യർ അതൊന്നും ചെവിക്കൊള്ളാതെ എല്ലാ ജാതികളും ഒരേപോലെയാണ് എന്ന ബ്രാഹ്മണിക്കൽ കൺസെപ്റ്റല്ല, ഭഗവാനാണ് വിശിഷ്ട ദ്വൈതം എന്ന സിദ്ധാന്തം എല്ലാവർക്കും ഈ ലോകമെമ്പാടും പ്രചരിച്ചത്. മാത്രവുമല്ല, ഓം നമോ നാരായണ എന്ന മന്ത്രം ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ, അതുപോലെ സാധാരണക്കാരുടെ, താഴ്ന്ന ജാതിക്കാർ വരെ മന്ത്രം ജപിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം, അറിഞ്ഞതിൻ്റെ ഒരേ ഒരു കാരണം രാമാനുജാചാര്യരാണ്. ഇപ്പോൾ പ്രഹ്ലാദനൊക്കെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നത് ഓം നമോ നാരായണ എന്നല്ല, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ്. ഓം നമോ നാരായണ എന്ന സീക്രട്ട് മന്ത്രമായിരുന്നു. അത് ബ്രാഹ്മണ കുലം മാത്രം അറിയാവുന്ന, വേറൊരാൾക്കും വേറൊരു ജാതിക്കും പകർന്നു തരാത്ത സീക്രട്ട് മന്ത്രമായിരുന്നു ഓം നമോ നാരായണായ. ഈ ഒരു മന്ത്രം പൊരുള്, ഈ മന്ത്രം അറിയാൻ വേണ്ടി രാമാനുജാചാര്യർ ഗുരുവിൻ്റെ അടുത്ത് പല വർഷങ്ങളായിട്ട് പോവുകയും വരുന്ന ഉടനെ നാളെ വാ 2 ആഴ്ച കഴിഞ്ഞ് വാ, അടുത്ത മാസം വാ, അങ്ങനെ കുറേ നാളുകൾ നടപ്പിച്ചതിന് ശേഷമാണ് ഈ മന്ത്രം രാമാനുജാചാര്യർക്ക് ഗുരു പറഞ്ഞു കൊടുക്കുന്നത്. മന്ത്രത്തിൻ്റെ പൊരുൾ പറഞ്ഞതിന് ശേഷം ഗുരു പറഞ്ഞത്, ഈ മന്ത്രം വേറെ ആർക്കും പറയരുത്, പറഞ്ഞാൽ നരകത്തിൽ പോകുമെന്ന്. എല്ലാം സമ്മതിച്ച് പുള്ളി പുറത്തു പോയിട്ട് ഗോപുരത്തിൻ്റെ മേളിൽ ചെന്ന് എല്ലാ ജാതികളെയും വിളിച്ചുകൂട്ടി ഗുരു എന്താണോ ഉപദേശിച്ചത്, ഓം നമോ നാരായണ എന്ന മന്ത്രത്തിൻ്റെ സത്ത്, പൊരുള് എല്ലാവർക്കും പകർന്നു. ഇത് കേട്ട ഗുരു ക്ഷുഭിതനായി നരകത്തിൽ പോകുമെന്നുള്ള ശാപവും കൊടുക്കാൻ ഇങ്ങനെ നിൽക്കേ രാമാനുജാചാര്യർ പറഞ്ഞത്, നരകത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ മാത്രമല്ലേ പോകുള്ളൂ, ഇക്കേട്ടവരെല്ലാവരും സ്വർഗത്തിലല്ലേ പോകുള്ളൂ. കാരണം അവർക്കെല്ലാം ഈ നാരായണ മന്ത്രത്തിൻ്റെ പൊരുള് രാമാനുജാചാര്യർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് കേട്ട ഗുരു ശിഷ്യന് ദീർഘായുസ്സും കൊടുത്തു. കാരണം തൻ്റെ ജീവൻ നോക്കാതെ മറ്റുള്ളവരുടെ ജീവിതം സ്വർഗതുല്യമാക്കുവാൻ മനസ്സ് കാണിച്ച ശിഷ്യനെ ഗുരു അനുഗ്രഹിച്ചു, ശാപിക്കുന്നതിന് പകരം അനുഗ്രഹിച്ചു. ഭഗവാൻ ശിവം അവതരിക്കുമെന്നും അന്ന് തൻ്റെ ശക്തികളോടുകൂടി രാമാനുജാചാര്യർ പുനർജീവിക്കുമെന്നും പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും രാമാനുജാചാര്യരുടെ ഭൗതിക ശരീരം നശിക്കാതെ ശ്രീരംഗത്ത് ഇപ്പോഴും അതിനൊരു നാറ്റമോ അല്ലെങ്കിൽ ചുക്കോ ചുളിവോ ഒന്നുമില്ലാതെ എങ്ങനെയാണോ സമാധി സമയത്ത് ആ ശരീരം ഉണ്ടായത്, അതേ രീതിയിൽ ഇന്നും നിങ്ങൾ ശ്രീരംഗത്തിൽ പോയി കഴിഞ്ഞാൽ ലൈവായിട്ട്, ഇപ്പോൾ സാധാരണ ഭൗതിക ശരീരമൊക്കെ ചില്ല് കൂട്ടിലൊക്കെയാണ് ഇട്ട് നമ്മൾ കാണാറ്. പക്ഷേ ഓപ്പൺ എയറിൽ, അതായത് 2 അടി ദൂരത്ത് നിന്ന് നമുക്ക് കൺകുളിർക്കെ കാണാവുന്ന രീതിയിലാണ് രാമാനുജാചാര്യരുടെ ഭൗതിക ശരീരം വെച്ചിരിക്കുന്നത്. അത് നരസിംഹയുഗം ഇനി വരാനിരിക്കുന്നു. കാരണം കൽക്കി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പൂർണ്ണ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തിയാണ്, കാലൻ്റെ കാലനാണ്, കലിയുഗത്തിൻ്റെ അന്ത്യനാണ്. അപ്പം നടരാജഭാവത്തിൽ നരസിംഹമൂർത്തി ആ മൂർത്തി ചൈതന്യത്തെ വരവേൽക്കുവാൻ വേണ്ടി തിരിച്ച് ആ ശരീരത്തിൽ ശേഷനാഗം രാമാനുജാചാര്യർ പൂർണ്ണ ജീവൻ ആ ഭൗതിക ശരീരത്തിൽ കയറി റിവേർട്ട് ഭഗവാനെ അസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്.
അപ്പോൾ കലിയുഗത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ഭക്തരെ രക്ഷിക്കുകയും അതേപോലെ ആസുരികതയുള്ളവരെ സ്വയം കലിയുടെ ഈ പ്രഹരത്തിൽ നശിക്കുകയും ചെയ്യും. അപ്പോൾ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആർത്തികുളങ്ങര പുത്തൻ മഠം വാഴും വജ്ര നരസിംഹസ്വാമി മമ മനസാ സ്മരാമി. സിംഹരൂപം